ആകാശവാണി വാർത്താ വീക്ഷണം. പരീക്ഷാ പേടി അവസാനിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ വിജയത്തിലേക്ക്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. നമ്മുടെ കുട്ടികൾ വീണ്ടും ഒരു പരീക്ഷാകാലത്തിലേക്ക് കടക്കുകയാണ്. ആത്മവിശ്വാസത്തോടെയും അനാവശ്യ സമ്മർദ്ദമില്ലാതെയും പരീക്ഷകളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിൽ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പങ്ക് നിർണായകമാണ്. രക്ഷിതാക്കളും അധ്യാപകരും നൽകുന്ന സ്ഥിരമായ പിന്തുണയും സമയോചിതമായ ഇടപെടലുകളും കുട്ടികളുടെ കാര്യശേഷി ശക്തിപ്പെടുത്തുന്നു. സ്വന്തം പരിശ്രമങ്ങളുടെയും നേട്ടങ്ങളുടെയും ഊർജ്ജത്തിൽ നിന്നും ഗുരുസ്ഥാനീയരുടെ ശിക്ഷണത്തിൽ നിന്നുമാണ് വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം കൈവരുന്നത്. പരീക്ഷാകാലത്ത് ആഗോളതലത്തിൽ വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ചാ സംവാദം കുട്ടികളിൽ അസാധാരണ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. പരീക്ഷാ ഭയം കുറയ്ക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, ജീവിതത്തെ സമഗ്രമായി കാണാൻ പ്രേരിപ്പിക്കുക എന്നിവയാണ് സംവാദത്തിൻ്റെ ലക്ഷ്യം. പരീക്ഷയെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യമായി കാണേണ്ടതില്ലെന്നും പഠനം ഒരു ആഘോഷമാക്കി പരീക്ഷയെ സമീപിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി നടത്തിയ ഈ സംവാദം സമ്മർദ്ദമില്ലാത്ത പഠന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രചോദനമായി. ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ വൈവിധ്യമാർന്ന വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തിയ വിശകലനങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും പ്രധാനമന്ത്രി കുട്ടികളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. രാജ്യത്തെ മിടുക്കരായ യുവ മനസ്സുകളുമായി സംവദിക്കുന്നത് നവോന്മേഷദായകമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സമ്മർദ്ദരഹിത പരീക്ഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞു. വെല്ലുവിളികളെ മറികടക്കുന്നതിനും മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമുള്ള പ്രായോഗിക ഉൾക്കാഴ്ചകൾ പ്രധാനമന്ത്രി പങ്കുവയ്ക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിനും വേണ്ടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി കുട്ടികളെ ഓർമ്മിപ്പിച്ചു. പരീക്ഷകൾ സ്വയം പരിശോധിക്കാനുള്ളതാണ്. മാർക്ക് അന്തിമ ലക്ഷ്യമല്ല. ജീവിതത്തിൻ്റെ പൂർണ്ണമായ വികസനമാണ് പ്രധാനം. 10-20 ചോദ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരിമിതമാണെന്നും അവ പരിശീലിക്കാമെങ്കിലും തയ്യാറെടുപ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്നും ബാക്കിയുള്ള പരിശ്രമം മൊത്തത്തിലുള്ള പഠനത്തിനായി നീക്കിവെക്കണമെന്നും പ്രധാനമന്ത്രി ഉപദേശിച്ചു. ജിജ്ഞാസ ജനിപ്പിക്കാനും ധാരണ മെച്ചപ്പെടുത്താനും പാഠഭാഗങ്ങളെക്കുറിച്ച് മുൻകൂട്ടി വിദ്യാർത്ഥികളെ അറിയിക്കാൻ അധ്യാപകരോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഒരു കർഷകൻ വയൽ ഒഴുകുന്നത് പോലെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിനെ മാർക്കിൽ തളച്ചിടരുതെന്നും ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കണമെന്നും ക്ലാസ് മുറികളിലും പരീക്ഷാ ഹാളുകളിലും മാത്രമല്ല ജീവിതത്തിലും സ്വയം പരീക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം കളയരുത്. വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവരെ അന്ധമായി പകർത്തുന്നതിന് പകരം സ്വന്തം അനുഭവങ്ങളെ പാഠമാക്കണം. ആത്മവിശ്വാസം കുറഞ്ഞവരുമായി സൗഹൃദം സ്ഥാപിക്കാനും അവരെ പഠിപ്പിക്കാനും അദ്ദേഹം വിദ്യാർത്ഥികളെ ഉപദേശിച്ചു. ഒപ്പം മിടുക്കരായ കൂട്ടുകാരിൽ നിന്ന് ഏതാനും മിനിറ്റ് മാർഗനിർദ്ദേശം തേടുന്നത് സ്വന്തം അറിവ് ഉറപ്പിക്കാൻ സഹായിക്കും. ഈ ഇരട്ട നേട്ടം പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സിലബസ് നന്നായി ഉൾക്കൊണ്ടാൽ മത്സര പരീക്ഷകൾ പ്രത്യേക പരിശ്രമമില്ലാതെ തന്നെ വിജയിക്കാവുന്ന ഒന്നായി മാറും. കുട്ടികളുടെ ശേഷി, കഴിവ്, താൽപ്പര്യം എന്നിവയ്ക്കനുസരിച്ച് അവരെ വളരാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം രക്ഷിതാക്കളോട് ഉപദേശിച്ചു. ജീവിതം രൂപപ്പെടുന്നത് സൗകര്യപ്രദമായ സാഹചര്യങ്ങളിലൂടെ അല്ല, മറിച്ച് ഒരാൾ ജീവിക്കുന്ന രീതിയിലൂടെയും കൈക്കൊള്ളുന്ന സമീപനത്തിലൂടെയുമാണ്. ഗെയിമിംഗ് വേഗതയും ജാഗ്രതയും ആവശ്യമായ ഒരു നൈപുണ്യമാണെന്നും അത് സ്വയം വികാസത്തിന് സഹായിക്കുമെന്നും മികച്ച നിലവാരമുള്ള ഗെയിമുകളിൽ വൈദഗ്ധ്യം നേടാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗെയിമിങ്ങിലെ ചൂതാട്ടത്തിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത്തരം രീതികൾ തടയാൻ നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഗെയിമിംഗ് ഒരു ക്രിയാത്മകമായ നൈപുണ്യമായി പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയിലെ പാഠങ്ങൾ കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കണമെന്നും അതുവഴി അവർക്കും തുല്യ പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി ഉപദേശിച്ചു. ശരിയായ സാങ്കേതിക വിദ്യകളും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പേടിയെ അതിജീവിക്കാനും വിജയിക്കാനും കഴിയും. ഒരു ബഹിരാകാശ സഞ്ചാരിയാകുന്നത് പോലുള്ള അഭിലാഷങ്ങൾക്ക് ലക്ഷ്യബോധത്തോടെയുള്ള പഠനം, ജീവചരിത്രങ്ങൾ, കേന്ദ്രീകൃത താൽപ്പര്യം എന്നിവ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. തുടർന്ന് ഒരു വിദ്യാർത്ഥി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച ഹൃദയസ്പർശിയായ കവിത ചൊല്ലി. പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ അഭിമാനമായും മാനവികതയുടെ സേവകനായും രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാവായും കവിത വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രി കവിതയെ ഊഷ്മളമായി പ്രശംസിക്കുകയും വിദ്യാർത്ഥിയെ അഭിനന്ദിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 2047 വികസിത ഭാരതമാണ് താൻ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്ന് 35 മുതൽ 45 വരെ പ്രായമുള്ള ഇന്നത്തെ കുട്ടികളായിരിക്കും ഈ കാഴ്ചപ്പാടിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലുണ്ടാവുക. വികസിത ഇന്ത്യയ്ക്കായി തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങൾ കുറിച്ചുവെക്കാൻ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു.
നൈപുണ്യ വികസനം, ആത്മവിശ്വാസം, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും നിർദ്ദേശിച്ചു. ഒരു വർഷത്തിനുള്ളിൽ വീടുകൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയണം. ഇന്ത്യക്കാർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങളിൽ അഭിമാനം തോന്നുന്നില്ലെങ്കിൽ ലോകത്തിനും അത് തോന്നില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശുചിത്വത്തിൽ നിന്ന് തുടങ്ങുന്ന കടമകൾ പാലിക്കാൻ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം. വികസിത രാജ്യങ്ങൾ ശുചിത്വമുള്ളതായി കാണപ്പെടുന്നത് ശുചീകരണ തൊഴിലാളികൾ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അവിടുത്തെ പൗരന്മാർ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയാത്തതുകൊണ്ടാണ്. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. പൗരന്മാർ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയാൽ ഇന്ത്യ വികസിത രാജ്യമാകുന്നതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും യുവാക്കൾ പക്വത കൈവരിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഫലങ്ങൾ അവർക്ക് ആസ്വദിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾ നിർമ്മിത ബുദ്ധി വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. AI ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളെ വിദ്യാർത്ഥികൾ അഭിനന്ദിച്ചു. വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം അദ്ദേഹം അനുഭവങ്ങളിലൂടെ വിശദീകരിച്ചു. കായിക വിനോദങ്ങൾ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതി സന്ദർശിച്ചതിലുള്ള ആവേശം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ സൗഹൃദപരമായ പെരുമാറ്റവും ചോദ്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താൽപ്പര്യവും അദ്ദേഹം നൽകിയ ചിന്തോദ്ദീപകമായ മറുപടികളും അവർ എടുത്തു പറഞ്ഞു. എക്സാം വാരിയർ പുസ്തകം വായിച്ചത് പരീക്ഷകളോടുള്ള തങ്ങളുടെ സമീപനത്തെ എങ്ങനെ മാറ്റിയെന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. മുൻകാലങ്ങളിൽ പരീക്ഷകൾ സമ്മർദ്ദവും ഭയവും ഉണ്ടാക്കിയിരുന്നുവെന്നും എന്നാൽ പുസ്തകം വായിച്ച ശേഷം പരീക്ഷ ഒരു സുഹൃത്തായി മാറിയെന്നും ഒരു വിദ്യാർത്ഥി പറഞ്ഞു. ഗണിതം പോലുള്ള വിഷയങ്ങളോടുള്ള പേടി എങ്ങനെ താൽപ്പര്യമായി മാറിയെന്ന് വിദ്യാർത്ഥികൾ വിവരിച്ചു. പരീക്ഷാ തീയതികൾ പോലും നേരത്തെ പേടിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ പരീക്ഷയെ ഒരു ഉത്സവമായി കാണുക എന്ന പുസ്തകത്തിലെ മന്ത്രം തങ്ങൾക്ക് പ്രചോദനം നൽകിയെന്നും മറ്റൊരു വിദ്യാർത്ഥി പറഞ്ഞു. സമയക്രമീകരണം എപ്പോഴും ഒരു പോരാട്ടമായിരുന്നുവെന്നും എന്നാൽ എക്സാം വാരിയറിൽ നിന്ന് പഠിച്ച ശേഷം നേരത്തെ എഴുന്നേൽക്കാനും കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചുവെന്ന് ഒരു വിദ്യാർത്ഥി ചൂണ്ടിക്കാട്ടി. കർണാടക ക്ലാസിക്കൽ ശൈലിയിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഓടക്കുഴൽ വായന പ്രധാനമന്ത്രി ആസ്വദിക്കുകയും കുട്ടിയെ പ്രശംസിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പിരിമുറുക്കമില്ലാത്ത ആത്മവിശ്വാസം നിറഞ്ഞ പഠന അന്തരീക്ഷം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നയിക്കുന്ന എക്സാം വാരിയേഴ്സ് എന്ന വിപുലമായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് പരീക്ഷാ പേ ചർച്ച. അനാവശ്യമായ സമ്മർദ്ദങ്ങൾ മൂലം പരീക്ഷയെ ഒരു കടുത്ത പോരാട്ടമായി മാറ്റുന്നതിന് പകരം ശരിയായ മനോഭാവത്തോടെയും കാഴ്ചപ്പാടോടെയും പരീക്ഷയെ സമീപിക്കണം. വിദ്യാർത്ഥികൾ പരീക്ഷാ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. പകരം അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായും സത്യസന്ധമായും വിശ്വസ്തയോടുമുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഈ സമീപനം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഈ പഠനശീലമാണ് പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയിലൂടെ കുട്ടികളോട് ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥി സമൂഹവുമായി നേരിട്ടുള്ള സംവാദത്തിന് അവസരം നൽകുന്ന വാർഷിക പരിപാടിയായ പരീക്ഷാ പേ ചർച്ച 2018 മുതൽ തുടർച്ചയായി സംഘടിപ്പിച്ചു വരികയാണ്. പരീക്ഷകൾ ശാന്തമായും സമ്മർദ്ദരഹിതമായും എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട ആശയങ്ങൾ ഈ വേദിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രിയുമായുള്ള ആശയവിനിമയത്തിൽ ഈ വർഷം 4.5 കോടിയിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ജനുവരി 12 മുതൽ ജനുവരി 23 വരെ വിവിധ സ്കൂൾ തല പ്രവർത്തനങ്ങളിൽ 2.26 കോടി പേർ കൂടി പങ്കെടുത്തു. ഇതോടെ ഈ വർഷം മൊത്തം പങ്കാളിത്തം 6.76 കോടിയായി. പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പ് രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുമായുള്ള ഒരു പാൻ ഇന്ത്യ സംവാദമായി വികസിച്ചു. ഡൽഹിക്ക് പുറത്ത് പരീക്ഷാ പേ ചർച്ച നടക്കുന്നത് ഇതാദ്യമായാണ്. ഈ വർഷം ദേവ് മോഗ്ര, കോയമ്പത്തൂർ, റായ്പൂർ, ഗുവാഹത്തി എന്നിവിടങ്ങളിലും ഡൽഹിയിലെ 7ാം നമ്പർ ലോക് കല്യാൺ മാർഗിലും പരീക്ഷാ പോരാളികളുമായി സംവേദനാത്മക കൂടിക്കാഴ്ചകൾ നടന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. പരീക്ഷകൾ അറിവിൻ്റെ അളവുകോൽ മാത്രമാകുമ്പോൾ വിദ്യാഭ്യാസം പൂർണ്ണമാകില്ല. ചർച്ചയും ചിന്തയും ചേർന്നാൽ മാത്രമേ വിദ്യാർത്ഥിയിൽ സൃഷ്ടിപരതയും മാനവികതയും വളരൂ. മാർക്കുകൾക്കപ്പുറം മനുഷ്യനെ രൂപപ്പെടുത്തുന്ന പഠനമാണ് നമുക്ക് ആവശ്യമായത്. ഈ ലക്ഷ്യത്തിനായി ആത്മനിയന്ത്രണം, സമയക്രമം, ആരോഗ്യകരമായ ജീവിതശൈലി തുടങ്ങിയ വിഷയങ്ങൾ ലളിതമായ ഭാഷയിലാണ് അവതരിപ്പിച്ചത്. അതിനാൽ തന്നെ പരീക്ഷാ പേ ചർച്ച രാജ്യത്തിനകത്തും പുറത്തും വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. പരീക്ഷാ പേടി അവസാനിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ വിജയത്തിലേക്ക്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.